എന്റെ രണ്ടാനമ്മയുടെ മകളാണെങ്കിലും അവൾക്ക് എന്നെ എന്തിഷ്ടമാണെന്നോ. അതെ ഞാനും പറഞ്ഞുള്ളൂ. നിന്റെ ചിന്ത മുഴുവൻ ഇപ്പോഴും നിന്റെ വീട്ടിനെ കുറിച്ചാണ്. ഞാൻ നിനക്ക് ആരുമല്ലല്ലോ, ഒരനാഥൻ, ഒരു തമാശയ്ക്ക് കൂടെ ഓടിപ്പോയാൻ കിട്ടിയ വെറും. ദിലീപ്, നീ എന്റെ എല്ലാം എല്ലാമാണ്. നിനക്ക് തോന്നുമ്പോ മാത്രം, അല്ലാത്തപ്പോക്കെ നിന്റെ മനസ്സ് നിറയെ നിന്റെ ബന്ധുക്കളാണ്. എനിക്കറിയാം ഒരു ദിവസം നീ എന്നെ വിട്ടുപോകും. ഇല്ലതില്ല, ഇല്ല. വേണ്ട, നീ എന്നെ ചതിക്കും. ആരുമില്ലാത്ത എനിക്ക് അന്ന് താങ്ങാൻ പറ്റിയില്ലാന്ന് വരും. ദിലീപ്, വിട. എന്റെ ദില്ലനല്ലേ, പ്ലീസ് കഥ തുറക്കൂ, കഥ തുറക്കൂ, കഥ തുറക്കൂ, ഇല്ല കഥ തുറക്കൂ, ഇല്ല. എന്റെ മുറി അപ്പുറത്താണ്, മുറി മാറി കയറിയതാണ്. സോറി. വണ്ടർഫുൾ, അവനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. Come on, baby. No, relax. Open the door. Come on, darling. Open the door. No. Come on. Rascal. സിന്ധു, തന്നെ പോലീസിനെ ഏൽപ്പിക്കേണ്ടത്. എന്താ സിന്ധു? എനിക്കും മുറി തെറ്റിപ്പോയി. ഇയാൾ ഇയാളുടെ കാര്യം ഞങ്ങൾ ഏറ്റു സർ. മിസ്സസ് വല്ലാതെ ഭയന്നിരിക്കാൻ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. നിങ്ങളെപ്പോലുള്ള ആവാസന്മാർക്ക് താമസിക്കാനുള്ള ഈ ഹോട്ടൽ വെക്കേറ്റ് റൂം ഇമ്മീഡിയറ്റ്ലി. ബേരർ, ഇയാളുടെ സ്ഥാപനം പുറത്തിടും. നടക്കൂ. കരയാതെ മോളെ, എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ്. ഐ എം സോ സോറി. മോളെനിക്ക് മാപ്പ് തരണം. ഇനി ഒരിക്കലും നിന്നെ വിട്ട് ഞാൻ പോവില്ല. ഭഗവാനെ സർവശക്ത, സർ, അങ്ങയെ കണ്ട് നന്ദി പോലും പറഞ്ഞില്ല. എന്തിന്? അങ്ങ് വന്നില്ലായിരുന്നെങ്കിൽ. ഓഹോ, അതാണോ? പോലീസ് ജീവിതം മറന്നിരിക്കുകയായിരുന്നു. അത് ഓർക്കാൻ ഒരു അവസരം നിങ്ങൾ ഉണ്ടാക്കി തന്നു. അതിന് ഞാൻ വേണം അങ്ങോട്ട് നന്ദി പറയാൻ. പിന്നെ ഒരു കാര്യം, ഇനി റൂം നമ്പറൊക്കെ ശരിക്കും നോക്കിയിട്ട് വേണം മുറിക്കകത്തേക്ക് കയറിച്ചില്ല. അയ്യോ അയ്യോ അയ്യോ, ചുമ്മാ ഇരിടോ. അമ്മാവനോ? ബ്യൂട്ടിഫുൾ ലേഡീസ്, പ്രകൃതി രമണീയം. എന്റെ ഒരു പ്രകൃതി, നോട്ട് ദിസ് കേരള പ്രകൃതി അമ്മാവ, ഫോറിൻ പ്രകൃതി. വണ്ടർഫുൾ, വെരി വണ്ടർഫുൾ. നോക്കണം.
ഇതിൽ വീണാൽ എനിക്ക് തല കറങ്ങുന്നു. സിന്ധു, വിവാഹം സ്വർഗത്തിലാണത്രേ. നമുക്കിതിൽ ചാടി ആത്മഹത്യ ചെയ്യാം. വരുന്നില്ല, നമുക്ക് പോകാം. എനിക്ക് പേടിയാവുന്നു. എന്ത് പേടിക്കാൻ? ജീവിച്ചാലും മരിച്ചാലും ഒരുമിച്ച് വേണമെന്നല്ലേ നീ പറയാറുള്ളത്? അതിന് നമുക്ക് ഈ ആഴത്തിലേക്ക് ചാടാം, ഒരുമിച്ച് മരിക്കാം. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നീയല്ലേ പറയാറുള്ളത് എനിക്ക് വേണ്ടി മരിക്കാൻ നീ തയ്യാറാണെന്ന്? അതിനിപ്പോ എന്തുണ്ടായി? അപ്പോ പറഞ്ഞതൊക്കെ വെറുതെ ആയിരുന്നു അല്ലേ? അല്ല, ഇപ്പൊ നിനക്ക് വേണ്ടി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നീ തയ്യാറാണോ? ഇല്ല. ഞാൻ പറഞ്ഞാൽ എന്തിനിങ്ങനെ പറയുന്നു? എന്തിനാവട്ടെ, ഞാൻ പറഞ്ഞാൽ നീ കേൾക്കുമോ ഇല്ലയോ? കേൾക്കേണ്ടത് പറഞ്ഞാൽ കേൾക്കും, ഇല്ലെങ്കിലില്ല. ശരിയെന്നൊരു വാക്ക് പോലും പറയാൻ നീ തയ്യാറല്ല അല്ലേ? എന്തു പറ്റി നിന്റെ തലയ്ക്ക്? ഭ്രാന്ത്, നീ പിടിപ്പിച്ച ഭ്രാന്ത്. നീ എനിക്ക് വേണ്ടി മരിക്കണ്ട, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം. നിൽക്കുന്നില്ല. സിന്ധു, സിന്ധു, സിന്ധു. ഇതാ 5 പവനുണ്ട്. കുട്ടിയായിരിക്കുമ്പോൾ പപ്പ എന്നെ അണിയിച്ചതാണ്. പിന്നെ മമ്മിയുടെ പാലക്കാമോതിരവും ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. മമ്മി മരണസമയത്ത് എനിക്ക് തന്നതാണ്. നമുക്കതെല്ലാം വിൽക്കാം. നമുക്കൊരു ജോലി കിട്ടുന്നത് വരെ അതുകൊണ്ട് ജീവിക്കാം.